നമ്മൾ ഉത്സവപ്പറമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ആനകളെ നോക്കുമ്പോൾ എല്ലാം കണ്ണ് നിറഞ്ഞൊഴുകുന്ന ആനകളായിരിക്കും. യഥാർത്ഥ ആനകൾ അവിടെ നിന്ന് കരയുകയാണോ ചെയ്യുന്നത്? ഒന്നാമത് തൃശ്ശൂർ പൂരത്തിന് നിൽക്കുന്ന ആനകൾ ആദ്യമായിട്ടല്ല തൃശ്ശൂർ പൂരത്തിന് നിൽക്കുന്നത്. ഒരു ഹാൻഡ്സ് ഓൺ ആയിട്ട് കൊണ്ടുനടക്കുന്ന ആനകളെ കൊണ്ടുനടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തൃശ്ശൂർ. കാരണം തൃശ്ശൂർ പൂരവും ആറാട്ടുപുഴ പൂരമൊക്കെയാണ് ഏറ്റവും നമ്മുടെ പഴമയുടെ 1400 വർഷത്തെ പഴക്കമുണ്ട് ആറാട്ടുപുഴ പൂരത്തിൽ. ഇപ്പോൾ പത്മനാഭ ക്ഷേത്രം അല്ലെങ്കിൽ തമിഴ്നാട്ടിലത്തെ ക്ഷേത്രങ്ങൾ വലിയ ഗോപുരങ്ങളൊക്കെ പണിത് എങ്ങനെയാണ്? അന്ന് കാലത്ത് നമ്മൾ തലയിലെടുത്തിട്ടോ ക്രെയിൻ ഉപയോഗിച്ചിട്ടല്ല. താജ്മഹൽ പറയുമ്പോൾ 1800 2000-ഓളം ആനകൾ ചെരിഞ്ഞു പോയിട്ടുണ്ട് അത് ഉണ്ടാക്കുന്ന സമയത്ത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ക്രൂസിഫിക്കേഷൻ അവിടെ ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ തൃശ്ശൂർ പൂരത്തിന് തിരഞ്ഞെടുക്കുന്ന ആനകൾ എത്ര സമയം എത്ര കാലം മുൻകാലങ്ങളിൽ തൃശ്ശൂർ പൂരത്തിന് പങ്കെടുത്തുള്ള ആനകളുണ്ടോ എന്ന് നോക്കും. ആയിരക്കണക്കിന് കാട്ടാനകൾ ചെരിഞ്ഞിരിക്കുന്നു. ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഡോക്ടർ, അടുത്ത കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ എപ്പോഴും പറയുന്നത്, ഇപ്പം തൃശ്ശൂരിനെ തന്നെ ആളുകൾ കളിയാക്കി പറയുന്നതും ആനകളെ സ്നേഹിക്കുന്ന ഒരു ഇതായിട്ടാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും അത് വളരെ മോശമായിട്ടുള്ള രീതിയിലും കാണിക്കാം. പക്ഷേ തൃശ്ശൂർ പൂരത്തിന് ആനകളെ ഇങ്ങനെ നിരത്തി നിൽക്കുമ്പോൾ എല്ലാ കാലത്തും വരുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് ഈ ജീവികളെ ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത്? അത് മാത്രമല്ല, ഇത്രയും വലിയ ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രകാശങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയപ്പെടുന്ന ജീവിയാണ് ആന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ അടുപ്പിച്ച് തൃശ്ശൂർ പൂരത്തിന് നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയൊരു ആപത്തല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതിന് ഡോക്ടർ എങ്ങനെയാണ് മറുപടി പറയുന്നത്? ഒന്നാമത് തൃശ്ശൂർ പൂരത്തിന് നിൽക്കുന്ന ആനകൾ ആദ്യമായിട്ടല്ല തൃശ്ശൂർ പൂരത്തിന് നിൽക്കുന്നത്. ഒരു 10 വർഷം 15 വർഷമൊക്കെ പരിചയസമ്പന്നരായ ആനകളെ മാത്രമാണ് കൂടുതൽ നമ്മൾ തൃശ്ശൂർ പൂരത്തിന് നിൽക്കുന്നത്. അവർക്ക് ആന എന്ന് പറയാൻ അറിയാം. ആന വന്യമൃഗമാണെങ്കിൽ ഒന്നും അറിയാത്ത, നമുക്ക് എന്താ പറയുക, കാട്ടിലെ ആനകൾക്ക് നാട്ടിലെന്താണ് എന്നുള്ളത് അറിയില്ല. ഇതെല്ലാം ഒരു ട്രെയിനിങ്ങിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കുതിരയെ നമ്മൾ ചാടാൻ പഠിപ്പിക്കുന്നെങ്കിൽ ജമ്പ് ചെയ്യാൻ നമ്മൾ കുതിരേനെ നമ്മളിപ്പോൾ പോളോ കളിക്കാൻ ഉപയോഗിക്കുന്ന ഓരോ ട്രെയിനിങ് ആണ്. അതുപോലെ ആന നമ്മൾ എഴുന്നള്ളത്ത് ഒരു ട്രെയിനിങ് ആണ്, മരംപിടി ഒരു ട്രെയിനിങ് ആണ്, റൈഡ് ഒരു ട്രെയിനിങ് ആണ്. അപ്പം ഓരോന്ന് നമ്മൾ മൃഗങ്ങളെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൃഗങ്ങളെ നമ്മൾ സഹവർത്തിത്തോടെ കൊണ്ടു നടക്കുന്നത് വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ആനയുമായിട്ടുള്ള നമ്മുടെ ബന്ധം. അപ്പം ആന ഒരിക്കലും ഒരു മൃഗമായിട്ട് കാണണമെങ്കിൽ വന്യത ഉണ്ട്. ആ ആനയും ക്യാപ്റ്റീവ് എലഫൻറ്റ് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന ആനയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അവർ നമ്മളെ കൂടെ ജീവിക്കും. അവർക്ക് ശബ്ദത്തിനോടോ മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ പെരുമാറാൻ കഴിവുള്ള ഒരു മൃഗമാണ് ആന. മനുഷ്യൻ്റെ ആജ്ഞകൾ അനുസരിക്കുക, അതായത് അച്ഛൻ മകനെ അനുസരിക്കുന്ന അല്ലെങ്കിൽ അമ്മ മകനെ അനുസരിക്കുന്ന മാതിരി ആ ആജ്ഞകളെ കൃത്യമായിട്ട് കേട്ട് അത് എന്താണ് പറഞ്ഞാൽ അതനുസരിക്കാൻ കഴിവുള്ള ഒരു മൃഗമാണ് ആന. അല്ലാതെ ആന എന്ന് പറയുന്നത് വേറൊരു മറ്റൊരു കാഴ്ചപ്പാടിൽ ആന വന്യതയിൽ കാണുമ്പോൾ ഒക്കെ നമുക്ക് ലോകത്തിൽ ആകെ ഒരു ഹാൻഡ്സ് ഓൺ ആയിട്ട് കൊണ്ടുനടക്കുന്ന ആനകളെ കൊണ്ടുനടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തൃശ്ശൂർ. കാരണം തൃശ്ശൂർ പൂരവും ആറാട്ടുപുഴ പൂരമൊക്കെയാണ് ഏറ്റവും നമ്മുടെ പഴമയുടെ 1400 വർഷത്തെ പഴക്കമുണ്ട് ആറാട്ടുപുഴ പൂരത്തിന്. അപ്പോൾ ഇത്രയും കാലത്തെ വർഷമല്ല, നമ്മുടെ ജനിച്ച വർഷമല്ല, 1400 വർഷത്തോളം മുന്നേ ആനകൾ ഉപയോഗിച്ചുകൂടെ ഉത്സവങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. പിന്നെ ആന എന്നൊരു മൃഗമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ആനകളെ നമ്മൾ അടുത്തറിഞ്ഞത് കൊണ്ടാണല്ലോ ആനയെ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളെപ്പോഴും അരിക്കൊമ്പൻ്റെ പ്രശ്നം തന്നെ എടുത്തോളൂ. അരിക്കൊമ്പനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ജനങ്ങളെ ആക്റ്റീവായി നിന്നുകൊണ്ടാണ് അതിനിഷ്ടപ്പെടും. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നത്? അപ്പുറത്ത് വേറെ പുലികളുണ്ടായിരുന്നല്ലോ. പുലി വരുന്നാൽ പുലീനെ കൊന്നുകളയാനാ വെടിവെച്ച് കൊല്ലാനാ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നത് അല്ലേ? ആ പുലീനെ നമ്മൾ കെട്ടിപ്പിടിച്ച് സേവ് ചെയ്യണമെന്ന് ആരും പറഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റിടത്ത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും മറ്റൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആനക്കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അത്ഭുത കഥകൾ. ആനപ്പാപ്പാനെ, മദ്യപിച്ച ആനപ്പാപ്പാനെ എടുത്തുകൊണ്ട് പോകുന്ന ആനകളുടെ കഥകൾ, ഉറങ്ങിയ ആനപ്പാപ്പാനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതായത് ആന അതിൻ്റെ മുകളിൽ നിൽക്കുന്ന കഥകൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് കഥകൾ, അത്ഭുത കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ കേട്ടുള്ള കഥകളാണ് പാപ്പാനെ ചവിട്ടിക്കൊള്ളുന്ന ആനകൾ, അക്രമം അഴിച്ചുകൊള്ളുന്ന ആനകൾ, ചോരകൾ കൊണ്ടുള്ള ആനയുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ അതേ ആനകൾ തന്നെയാണ്, ഈ അത്ഭുതം പറഞ്ഞ ആനകൾ തന്നെയാണ് ചോര വീഴ്ത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് പറയുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുക മനുഷ്യനെ കുറിച്ചാണ്. ആനകളൊക്കെ മനുഷ്യൻ നമ്മൾ സ്വയം 2 കൂട്ടുകാർ സംസാരിച്ചിരിക്കലെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന കഥകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഒന്നുമല്ല. സത്യത്തിൽ നല്ല സുഹൃത്തുക്കൾ നമ്മൾ സംസാരിച്ചിരിക്കൽ ഒരു ചെറിയൊരു കാരണത്താലാണ് തൻ്റെ സുഹൃത്തിനെ
കഴുത്ത് ഞെരിച്ച് അടുത്ത കാലത്ത് കൊന്നത്. ഞാൻ അടുത്ത് കേട്ടതാ. അപ്പോൾ ആനകൾ അങ്ങനെയൊന്നുമില്ല. ആനകളൊക്കെ അവർക്ക് വേണ്ടത്, ഞാൻ കണ്ടിട്ടുള്ള ആനകളെന്ന് പറയുന്നത് അവർക്ക് വേണ്ടത് നല്ല ഭക്ഷണം, നല്ല വെള്ളം, നല്ല സ്നേഹം, ഇത്രയൊക്കെ അവർക്ക് വേണ്ടു. അല്ലാതെ അതിൽ കൂടുതൽ അവർ പ്രതീക്ഷിക്കുന്നില്ല. അവർ നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ കൂടെ നമ്മൾ പറയുന്നത് കേട്ട് നടക്കുന്നു. മുന്നോട്ട് നടക്കാൻ പറഞ്ഞാൽ മുന്നോട്ട് നടക്കും, പുറകോട്ട് നടക്കാൻ പറഞ്ഞാൽ പുറകോട്ട് നടക്കും, കിടക്കാൻ പറഞ്ഞാൽ കിടക്കും, എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേൽക്കും, ഒന്ന് മടക്കാൻ പറഞ്ഞാൽ മടക്കും, മടക്കാൻ കഴിഞ്ഞ് കുനിയാൻ പറഞ്ഞാൽ കുനി. ഇത്രയും ചെയ്യുന്ന വേറെ ആരുണ്ട് എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. പക്ഷെ ഉത്സവ പറമ്പുകളിൽ ഇടയുന്ന ആനകൾ എന്തുകൊണ്ടാണ് ഇടയുന്നത്? അത് ഇടയുന്നതിൻ്റെ കാരണങ്ങളുണ്ടാവുമല്ലോ. കാരണം അതിന് കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ അവരുടെ കഴിവുപൂർവ്വമാണ് ശരിക്കും. അവർ ആനയെ അവർ സ്വയം മദ്യപിച്ചിട്ടോ മയക്കുമരുന്നിനോ അടിമകളായിട്ട് ആനയെ കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ അവർക്ക് ആന എന്താണെന്നറിയണം. ആനപ്പാപ്പാന്മാർ വരുന്ന ആളുകൾ നല്ല രീതിയിൽ ആനപ്പാപ്പാൻ പണി എന്താണെന്ന് പഠിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ചില ആൾ ഇപ്പം നമ്മളതിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും, നല്ല ആനപ്പാപ്പാന്മാർ ഒരിക്കലും ആന അടിക്കില്ല, ഒരിക്കലും ആന ഉപദ്രവിക്കില്ല. 100 വാക്ക എന്നിട്ട് ഒരു അടിയുള്ളൂ. 100 വട്ടം പറയും ചീ എന്നിട്ട് ചെയ്തില്ലെങ്കിൽ മാത്രമേ ഒരു അടി കൊടുക്കുള്ളൂ. ഇന്നങ്ങനെയാണോ? ഇന്ന് അവർ ചെയ്യുക ആദ്യം തന്നെ അടിച്ചിട്ട് തുടങ്ങുള്ളൂ. അതായത് അവൻ മയക്കുമരുന്നിന് അടിമപ്പെട്ടത് കൊണ്ട് അവൻ അതിൻ്റെ ആലസ്യത്തിലാണ് ആനയുടെ അടുത്ത് പെരുമാറുന്നത്. ആനയ്ക്ക് ഇതൊന്നും മനസ്സിലാവില്ല, എന്താ പറയണമെന്ന് പോലും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ശത്രുവിനെ സൃഷ്ടിക്കലാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല പാപ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിനെ സൃഷ്ടിക്കാൻ പാടില്ല, ഒരു സ്നേഹിതനെയാണ് സൃഷ്ടിക്കേണ്ടത്, ഒരു സഹപ്രവർത്തകനെയാണ് സൃഷ്ടിക്കേണ്ടത്. അപ്പോൾ ഒരു ആന എന്ന് പറയുന്നത് ഒരു സഹപ്രവർത്തനോ സ്നേഹിതനായി മാറുന്നതിന് പകരം ആന ഒരു ശത്രുവായി മാറുന്നൊരു സംഭവത്തിലാണ് ആനപ്പാപ്പാനെ ആന കൊല്ലുന്നത്. അത് വിരലിലെണ്ണാവുന്നത്. എത്രയോ ആനക്കാർ, എത്രയോ ആനപ്പാപ്പന്മാരുണ്ട്, എത്രയോ ആനകളെ കൊണ്ടു നടക്കുന്നവരുണ്ട്. 10, 20, 30 വർഷമായിട്ട് ആനയെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷേ ചെറിയ പ്രായത്തിലെ ചട്ടം പഠിപ്പിച്ചതിൻ്റെ ഒരു ഫലമല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയരുന്ന ചോദ്യമാണ്, ആനകളെ മെരുക്കിയല്ലേ നമ്മൾ വളർത്തുന്നത്, അതോ ആനകൾ ഇണങ്ങിയാണോ വളരുന്നത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ആനകളെ ഇണക്കിയും മെരുക്കിയും വളർത്തണം. കാരണം ആന ഒരു വന്യതയല്ല. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ മക്കളെ വളർത്തുന്നത് എങ്ങനെയാണ്? സ്നേഹിച്ചും മെരുക്കിയും തന്നെയാണ്. നമ്മൾ അവന് ചിലപ്പോൾ ഒരു കുറുമ്പ് കാണിച്ച് ഒരു അടി കൊടുക്കും. അതിനെ മെരുക്കാൻ തന്നെ പറയുക ശരിക്കും. ഒരു അടി കൊടുക്കാതെ നമ്മൾ ഒരു അടി കൊടുത്തുകൊണ്ട് അവൻ വഴിതെറ്റൊന്നും പോയില്ല. അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അത് വിചാരിച്ചിട്ട് ഒരു മൃഗത്തിനെ നമ്മൾ കാട്ടിൽ നിന്ന് പിടിച്ചു പോകണമെന്ന് അവർ കാട്ടിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കട്ടെ, അവർ സ്വയം ഭക്ഷണം തേടി നടക്കട്ടെ, അവരുടെ ഒരു വിഹാര കേന്ദ്രത്തിൽ അവർ വിഹരിക്കട്ടെ എന്ന് പറയുന്നത് നമ്മളതിനെ എതിർത്ത് പറയുന്നില്ല. അവരെങ്ങനെയാണ് നാട്ടാനെ ആയത് എന്ന് നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ പത്രത്തിൽ ഒരു മാഗസിനിൽ കണ്ടു, കാട്ടാനകൾ ദുരൂഹമായി ചെരിഞ്ഞു പോകുന്നു. ആയിരക്കണക്കിന് കാട്ടാനകൾ ചെരിഞ്ഞിരിക്കുന്നു. ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ നമ്മുടെ യങ്സിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഓർത്തു പോകുന്നത്. കാരണം അവരൊക്കെ യൂട്ടിലിറ്റി ഉണ്ടാക്കണം. എന്ത് കാര്യത്തിനും യൂട്ടിലിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ സ്വന്തം പിതാവായാലും വെറുതെ ഇരിക്കുമ്പോൾ പിതാവിന് വില ഉണ്ടാവില്ല. അദ്ദേഹം തന്നെ യൂട്ടിലിറ്റി ആവണം. യൂട്ടിലിറ്റി മീൻസ് ആളൊരു ഉപയോഗമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ അനാഥശാലയിൽ കൊണ്ട് തള്ളും. അദ്ദേഹം നമ്മൾ ജീവിച്ചിരുന്നാൽ എനിക്കൊരു ഉപകാരമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജീവിക്കുന്നൊരു കാലഘട്ടം. അപ്പം അദ്ദേഹത്തിന് പെൻഷൻ ഉണ്ടാവും. പെൻഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ ഉണ്ടായിക്കോട്ടെ. ആൾ വെറുതെ ഇരിക്കാതെ തന്നെ ഇന്ന് എന്താ ചെയ്യുക? ആളെ എങ്ങനെയും ഉപേക്ഷിക്കാൻ നോക്കുന്ന ഒരു സമൂഹം നമ്മുടെ അപ്പുറത്തുണ്ട്, ഇല്ലേ? ശരിയല്ലേ? കാരണം അദ്ദേഹത്തിന് യൂട്ടിലിറ്റി ഇല്ല. യൂട്ടിലിറ്റി മീൻസ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ആനകളെ യുദ്ധത്തിന് ഉപയോഗിച്ചു, ഭാരമുള്ളത് വലിച്ചു കയറ്റാൻ ഉപയോഗിച്ചു. ഇപ്പോൾ പത്മനാഭ ക്ഷേത്രം അല്ലെങ്കിൽ തമിഴ്നാട്ടിലത്തെ ക്ഷേത്രങ്ങൾ വലിയ ഗോപുരങ്ങളൊക്കെ പണിത് എങ്ങനെയാണ്? അന്ന് കാലത്ത് നമ്മൾ തലയിലെടുത്തിട്ടോ ക്രെയിൻ ഉപയോഗിച്ചിട്ടല്ല, സ്ലോപ്പ് ഉണ്ടാക്കും, ലോങ്ങിൽ സ്ലോപ്പ് ഉണ്ടാക്കും. ആ സ്ലോപ്പ് എന്നിട്ട് അന്നത്തെ കാലത്തുള്ള വടങ്ങളൊക്കെ ഉണ്ടാക്കും. വട വെച്ച് കെട്ടിയിട്ട് ആന അവിടെ വലിക്കുമ്പോൾ, താഴെ വലിക്കുമ്പോൾ ആ സ്ലോപ്പിലൂടെ ആ കല്ലുകൾ കയറി വന്നിട്ട് അങ്ങനെ നിരത്തിയിട്ടാണ് അമ്പലത്തിൻ്റെ വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അന്ന് മുതൽ ആനകളെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു. ആന ശക്തിയുള്ള മൃഗമാണ്. മനുഷ്യന് പറ്റാത്തത് ആനയ്ക്ക് പറ്റും. ഇപ്പോൾ താജ്മഹൽ പറയുമ്പോൾ 1800, 2000-ഓളം ആനകൾ ചെരിഞ്ഞു പോയിട്ടുണ്ട് അത് ഉണ്ടാക്കുന്ന സമയത്ത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ക്രൂസിഫിക്കേഷൻ അവിടെ ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആനകൾ നമ്മുടെ സഹവർത്തിത്വമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിലുള്ളതാണ്, അല്ലാതെ നമ്മളായിട്ട് കൊണ്ടുവന്നതല്ല.
പിന്നെ ഇവിടെ ഇപ്പൊ ഉത്സവം എന്നൊക്കെ പറയണത് ആന വരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉത്സവ പറമ്പില് ചെണ്ടമേളക്കാരോ അല്ലെങ്കിൽ പഞ്ചവാദിക്കാരോ മേള കലാകാരന്മാർ ചെയ്യുന്ന ബുദ്ധിമുട്ട് പോലും ആനക്കില്ല. ഇപ്പൊ ആന നിൽക്കുക, ആനപ്പുറത്ത് ആളുകളൊക്കെ ഉണ്ട്. ആനയെ സംബന്ധിച്ചിട്ട് ഇത്രയും പേര് 3 പേര് 4 പേര് അതിൻ്റെ പുറത്ത് കയറിയുണ്ടെന്ന് ആനയ്ക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ പലപ്പോഴും തോന്നിയൊരു സംശയമാണ്, ആനകൾ കരയാറില്ല. അതായത് നമ്മൾ ഉത്സവപ്പറമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ആനകളെ നോക്കുമ്പോൾ എല്ലാം കണ്ണ് നിറഞ്ഞൊഴുകുന്ന ആനകളായിരിക്കും. യഥാർത്ഥ ആനകൾ അവിടെ നിന്ന് കരയുകയാണോ ചെയ്യുന്നത്? ശരിക്കും ആനയ്ക്ക് കണ്ണുനീർ ഗ്രന്ഥികളില്ലേ? ശരിക്കും കണ്ണിൽ കണ്ണുനീര് വരുമ്പോൾ, നമുക്കൊക്കെ കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് പുറത്തേക്കല്ല, അത് ഉള്ളിലേക്ക് പോകുന്ന ഒരു ഇതുണ്ട്, ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പം ആ ഓപ്പണിങ്ങിലേക്ക് ഈ ആനയ്ക്കതില്ല. അപ്പം ആനയുടെ കണ്ണിലൊരു വെള്ളം വരുമ്പോൾ അത് പുറത്തേക്ക് ഒലിച്ചു വരുന്നു. അതുകൊണ്ട് ആന കരയുന്നൊന്നല്ല. സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അങ്ങനെയല്ല, നമ്മുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത്. അങ്ങനെയല്ല. നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ നിൽക്കുന്ന ആനകളെ നോക്കുമ്പോൾ പലപ്പോഴും കണ്ണ് നിറഞ്ഞൊഴുകുന്ന ആനകളായിരിക്കും. അല്ല, അത് എന്താ പറയുക, ആ ഗ്ലാൻഡിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചാനൽ ശരിക്കും നേരെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ വായയിലേക്കും സ്റ്റേഷൻ ട്യൂബിലേക്കുള്ള കനാലുണ്ട്. ആ കനാൽ ആനയ്ക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു എക്സസ് ആയിട്ടുള്ളത് തോന്നുന്നെങ്കിൽ പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ ആനകൾ കരയുന്നതല്ല. ആ കരയുന്നതൊന്നുമല്ല, അങ്ങനെ ഡിസ്ചാർജ് വരുന്നതെന്ന് മാത്രമല്ല, അതൊരു നോർമൽ അനാട്ടമിക്കൽ പെക്യുലാരിറ്റി മാത്രമാണ്. പിന്നെ ആനയ്ക്ക് മൂന്നാമത്തെ ഒരു കണ്ണുണ്ട്, കൺപോളയുണ്ട്. അത് വന്നിങ്ങനെ അത്യാവശ്യം അത് വന്നിട്ട് കവർ ചെയ്യുക ചെയ്യുക എന്തെങ്കിലും ഇഞ്ചുറിക്ക് വരുന്നുണ്ടെങ്കിൽ. അതിൽ നിന്നുള്ളൊരു ഡിസ്ചാർജ് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊക്കെ ആണെങ്കിൽ കുറേ ഉള്ളിലേക്ക് പോകും, അത് ആനയ്ക്ക് ഫുൾ പുറത്തേക്ക് പോകുക, അത്രേ ഉള്ളൂ. അതൊരു അപകടമല്ല, ആന കരയുന്നതല്ല അത് വാസ്തവത്തിൽ. ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തൃശ്ശൂർ പൂരമാണ്. ഇത്രയും ആനകളെ നിർത്തുമ്പോൾ ഒരുപാട് സെക്യൂരിറ്റി മെറ്റീരിയൽസ് കഴിഞ്ഞു പോകണം. ഇപ്പോൾ ആനകളെ പരിശോധനയാണെങ്കിൽ പോലും എന്തെല്ലാം രീതിയിലാണ് ആനകളെ പരിശോധിച്ചിട്ടാണ് തൃശ്ശൂർ പൂരത്തിന് ഒരുക്കുന്നത്? ആദ്യം നമ്മൾ തൃശ്ശൂർ പൂരത്തിന് തിരഞ്ഞെടുക്കുന്ന ആനകൾ എത്ര സമയം, എത്ര കാലം, മുൻകാലങ്ങളിൽ തൃശ്ശൂർ പൂരത്തിന് പങ്കെടുത്തുള്ള ആനകളുണ്ടോ എന്ന് നോക്കും. 80% 90% കഴിഞ്ഞ വർഷം പങ്കെടുത്ത ആനകൾ തന്നെയായിരിക്കും ഇപ്രാവശ്യം. അപ്പോൾ അവർക്ക് ഉത്സവം എന്താണെന്നറിയാം. പിന്നെ കഴിഞ്ഞ ഒരു 1-2 മാസങ്ങളായിട്ട് ഉത്സവങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. തൃശ്ശൂർ പൂരമല്ല, അതിനേക്കാളും തിരക്കുള്ള ലോക്കൽ ഉത്സവങ്ങളുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അതിലിങ്ങനെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ആനയെ നോക്കുമ്പോൾ അത്രയും ജോലിഭാരമില്ല. ആന വന്ന് നിൽക്കുന്നു, ഡിസ്റ്റർബൻസ് ഇല്ല, ബഹളമില്ല. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയ ചെണ്ടമേളവും വാദ്യമേളങ്ങളുടെ ബഹളവും, അത് ഒരു മേളം മാത്രമല്ല, പല മേളങ്ങളാണ്, വേഷങ്ങൾ പലത്, കുതിരകൾ, പാലക്കാടൊക്കെ കുതിര വേഷം. ഇതിനിടയിലാണ് നമ്മൾ ആന അവിടെ നിൽക്കുന്നത്. ആനകൾ അതിലൊന്നും ഡിസ്റ്റർബ്ഡ് അല്ല. അതൊക്കെ കണ്ട് ശീലിച്ച ആനകൾക്കറിയാം ഇവിടെ ജനങ്ങളുടെ കൂടെ, അത് പാപ്പാൻ എന്ത് പറയുന്നു, പാപ്പാനനുസരിച്ച് പാപ്പാൻ്റെ കൂടെ ജീവിക്കുന്ന ആനയ്ക്ക് അതൊരു വിഷയമല്ല.